ഗെയ്സ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ റോബസ്റ്റ കേട്ടോ. റോബസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത്ര കായ അത്യാവശ്യം വലിപ്പം കായ് എണ്ണങ്ങളും കൂടുതലുണ്ട്. പക്ഷെ നമ്മളൊരു കടയിൽ കയറി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല വില നമ്മൾക്ക് അവർ തന്നാൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഒരു വിലയില്ല നിലവിൽ. വിപണിയിലൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൈസ പോലും നമുക്ക് അതിൻ്റെ ഫലം, കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഒന്നും ഒരു ഇതുവരെയായിട്ടും നിലവിൽ നമുക്ക് അതിൻ്റെ ഒരു വില കിട്ടില്ല. പക്ഷേ നമ്മൾ അധ്വാനിക്കുന്ന ഫലം നമുക്ക് തന്നെ കൃഷി ചെയ്ത് നമുക്ക് കഴിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ടോ ഏത്തവാഴയൊക്കെ എത്ര പൊക്കത്തിലുള്ളത്. അത് നമ്മൾ കുഞ്ഞ് മേടിക്കുമ്പോൾ 2-3 സൈസുകളുണ്ട്. ഇത് കിൻഡൽ വാഴയായിപ്പോയി. ഞാനിതിനകത്ത് ഒരു കൊല വെട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചോടൊക്കെ ഇതുപോലെ കൃത്യമായിട്ടും ചുവടിൽ മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ പെടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കണം. കാരണം വാഴപ്പോളയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളയണം. കാരണം കീടങ്ങളും ഭയങ്കര ശല്യമാണ്. കുത്തിയിട്ട് പോയി പിണ്ടിക്ക് കേട് വന്നു കഴിഞ്ഞാൽ വാഴ ആരോഗ്യസ്ഥിതി വളരെ മോശമായിപ്പോവും. പിന്നെ തെങ്ങ്, ഇത് ഞാൻ ചെറുപ്പത്തിലേ കൊണ്ടുപോയി തെങ്ങ് തൈ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ പുറകെ നടന്നിട്ട് ഭയങ്കര ശല്യമാണ്. കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി നമ്മൾ ഓരോ ദിവസവും നോക്കിയില്ലെങ്കിൽ തെങ്ങിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കവിളിൽ മണലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തിട്ടിട്ടും നമ്മൾ ഒരു ദിവസം ഇച്ചിരി ഗ്യാപ്പ് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കുത്തിക്കളയും. പിന്നെ ചെറിയ ചെറിയ കൃഷി രീതികളൊക്കെ ഞാൻ പയ്യെ അത് മണ്ണ് വെട്ടിക്കൂട്ടി അതിനെ വളമൊക്കെ ഇട്ട് പരിപാലിച്ച് വരുന്നു. വാഴ ഒരു 8 നിലവിൽ വെച്ചിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം ദൈവത്തിൻ്റെ കൃപയാൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പിരിച്ച് അത് നല്ല വാഴ ആണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ പിരിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും കുഞ്ഞുങ്ങൾ വാഴ സുലഭമായിട്ട് നമുക്ക് നടാൻ പറ്റും. മഞ്ഞൾ, എല്ലാ സാധനവും, ഇഞ്ചിയൊക്കെ നട്ടിട്ട് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടൂരപ്പം കയറി പോകുന്ന രീതിയാണ്. അപ്പോൾ അത് കുറേ ഒക്കെ അതിനെ പറിച്ച് കളഞ്ഞു. ഇനി പറിക്കണ രീതി ആകുമ്പോൾ നമ്മളത് പറിക്കും. എല്ലാ സൈസ് കൃഷികളും കാപ്പിയൊക്കെ പൂത്ത് പഴുത്ത് നിൽക്കണമുണ്ടോ. ഇതൊക്കെ ഞാൻ ഒറിജിനാലിറ്റി ആയിട്ട് കാപ്പി അതിൻ്റെ പുഴുങ്ങിയിട്ട് വറുത്ത് അത് മിക്സിയിലിട്ട് അടിച്ച് ചേരുവകളൊക്കെ ചേർത്ത് കാപ്പിപ്പൊടി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ കാപ്പി കേട്ടോ. കാപ്പി പഴുത്തിട്ടുണ്ട്, കാപ്പിക്കുരു പഴുത്തിട്ടുണ്ട്. പറിച്ചെടുത്ത് ഞങ്ങൾ പുഴുങ്ങി വെയിലത്തിട്ട് ഉണങ്ങി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് വറുത്തെടുത്ത് ചേരുവകളെല്ലാം ചേർത്ത് ഞങ്ങൾ കാപ്പിപ്പൊടി പുറത്തുനിന്ന് മേടിക്കുന്നില്ല, ഇവിടുന്ന് ഉണ്ടാക്കി തന്നെ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നു. നമ്മൾ മറ്റുള്ള കൃഷിയെ ഉപേക്ഷിച്ച് ഏത്തവാഴ ലാഭകരമാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ കിട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. കാരണം നമ്മളത് ശ്രദ്ധാപൂർവം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വാഴയ്ക്ക് കേടുകളൊക്കെ കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൻകൊലയ്ക്ക് ശ്രദ്ധിക്കണം. ഞാലിപ്പൂവിനൊക്കെ അത്ര വളരെ കേടുകൾ കുറവായിരിക്കും. ഇതുപോലെ എന്നാലും കാര്യങ്ങളെല്ലാം ഇതുപോലെ ക്ലീനായിട്ട് വെട്ടി നിർത്തിയാൽ മാത്രമേ നമുക്കത് കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീട് ഇവിടെ നിർത്തുന്നു. അടുത്ത് തുടരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.